നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സാറ് പറയും പോലെ ഒരാള് ഈ സ്റ്റാൻഡിലില്ല. ഇവിടെ ഉള്ളവര് ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ വണ്ടി ഓടുന്നവരാ. അവർക്കാർക്കും സാറ് പറഞ്ഞ രൂപമില്ല. മോള് വിഷമിക്കാതെ, നമുക്ക് കണ്ടുപിടിക്കാം. വിഷമിക്കാതെ കേട്ടോ. നിന്നോട് ആരാ ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞ? ഇവിടെ ഇപ്പൊ തിരയുന്നത് നിന്നെയാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ? ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇനി ഉടനെ ഈ ഫോണിലേക്ക് വിളിക്കരുത്. ഞാൻ മഹിയേട്ടന്റെ കൂടെയാ. ആവശ്യം വന്നാൽ ഞാൻ തിരിച്ചങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ സാർ. ഗൗരി ചേച്ചി, ഞാനിപ്പോ വരാം. മോളെ, എന്തായാലും ഗംഗയുടെ ശല്യം ഇതോടെ ഒഴിവാകും. ഇനി നമ്മുടെ മുന്നിലുള്ള ടാർഗറ്റ് ഇപ്പൊ ഇവിടുന്ന് കയറിപ്പോയ കൈലാസത്തിലെ രാജ്ഞിയായിരിക്കണം. ഇനി അത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അത് അമ്മ പറഞ്ഞില്ലെങ്കിലും ഞാൻ ചെയ്യും, അമ്മയ്ക്കറിയില്ലേ? ഓ, അവളുടെ ഒരു അധികാര ഭാവവും ആറ്റിറ്റ്യൂഡും ഒക്കെ കാണുമ്പോ എനിക്ക് കലിയ. പിന്നെ വേറെ മാർഗം ഇല്ലാത്തോണ്ട് ഇങ്ങനെ ഇളിച്ചോണ്ട് നിക്കുക. അമ്മ ഒന്ന് ക്ഷമിക്ക്. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അമ്മയ്ക്കറിയില്ലേ? പയ്യെ തിന്ന പനയും തിന്നാന്ന്. അതുപോലെ നമ്മള് പയ്യെ തിന്ന് തിന്ന് ഈ കൈലാസം മൊത്തത്തിലങ്ങ് തിന്നും. അതിനു വേണ്ടത് ക്ഷമയാ. ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുന്ന. അതെ അതെ, ആ ആട്ടിൻ സൂപ്പിന്റെ ട്രെയിലറായി കണ്ട് അമ്മ ഈ പായസം അങ്ങ് കുടിക്ക്. മോളെ, ഈ കൂടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും നമ്മൾ പണി കൊടുക്കുന്നുണ്ട്. നോക്ക്, സത്യം പറ, അങ്ങനെ പണി വെച്ച് വെച്ച് ഈ അമ്മയ്ക്കിട്ട് ഒരു പണി കൊടുത്തേക്കാവുന്ന മോളുടെ മനസ്സിൽ തോന്നോ? എന്താ അമ്മ പറയുന്നേ? ഞാൻ അമ്മയോട് അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അമ്മ എന്റെ ഉയരല്ലേ. ആ പായസം അങ്ങോട്ട് കുടിക്കേ. മഹിയേട്ടൻ ഇങ്ങനെ തളരല്ലേ. ഏട്ടത്തി നമ്മൾ കണ്ടെത്തും. ഇവിടെ ആർക്കും തന്നെ അങ്ങനെ ഒരു ഡ്രൈവറെ കുറിച്ച് അറിയില്ല. ഇനി എന്ത് ചെയ്യും? ഏട്ടൻ ധൈര്യമായിട്ടിരിക്കേ. ഏട്ടത്തിക്കൊന്നും സംഭവിക്കില്ല. നമുക്കേ അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ കൂടെ ഒന്ന് തിരക്കാം. ഒരുപക്ഷെ ആ ഓട്ടോ അവിടെ എവിടെയെങ്കിലും ഓടുന്നതാണെങ്കിലോ? വാ ഏട്ടാ, നേരം കളയാതെ അവിടെ പോയി തിരക്കാം. ഏട്ടൻ വാ. മഹിയേട്ടാ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോലീസിൽ പറഞ്ഞാൽ പോരെ? പോലീസുകാർ ഇത് ആവശ്യമില്ലാത്ത രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആക്കും. പിന്നെ മീഡിയൊക്കെ അറിഞ്ഞാൽ ആകെ നാണക്കേടാ. അവർ
പല രീതിയിൽ കഥകളുണ്ടാക്കും. ഗംഗയെ ഒരു ഓട്ടോക്കാരൻ തട്ടിക്കൊണ്ട് പോയി എന്ന് ചിലർ പറയുമ്പോൾ ഗോസിപ്പുകാര് ബിസിനസ്സുകാരന്റെ ഭാര്യ ഓട്ടോ ഡ്രൈവറിന്റെ കൂടെ ഒളിച്ചോടിയെന്ന് വരെ പറഞ്ഞു കളയും. മറ്റുള്ളവർ എന്തു പറയുന്നു എന്നത് എനിക്കൊരു പ്രശ്നമല്ല രാഹുൽ. ഗംഗ എന്താണെന്ന് എനിക്കറിയാം. ഗംഗയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. അതിന് മാത്രമാണ് പ്രയോറിറ്റി. ബാക്കിയൊന്നും ഒരു പ്രശ്നമല്ല. വേഗം വാ അച്ഛാ. പോലീസുകാര് ഗംഗയെ വേഗം കണ്ടുപിടിച്ച് തരുമായിരിക്കും. നമുക്ക് പെട്ടെന്ന് പറയാം. വാ. സർ, ഞാനും ഭാര്യ ഗംഗയും കൂടി ഞങ്ങളുടെ വളർത്തുനായെ മൃഗാശുപത്രിയിൽ കാണിച്ചു വന്ന ശേഷം വീട്ടിലേക്ക് പോകുന്ന വഴി കാറ് പഞ്ചറായി. അവിടുന്ന് എൻ്റെ വൈഫിനെ ഞാൻ ഒരു ഓട്ടോയിൽ കയറ്റി വിട്ടതാ. പക്ഷേ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ആ ഓട്ടോ ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചു. അതെ സർ. അയാളെയും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. മഹി വിഷമിക്കണ്ട, നമുക്ക് അന്വേഷിക്കാം. എല്ലാ യൂണിറ്റിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കണം. ശരി സർ. വൈഫിന്റെ ഫോട്ടോ ഒന്ന് കൊടുത്തേക്ക്. ശരി സർ. നമുക്കിത് എത്രയും പെട്ടെന്ന് അന്വേഷിക്കാം. മഹി ഡീറ്റെയിൽസ് കൊടുക്കുക. നമുക്കിപ്പോൾ തന്നെ ഇറങ്ങാം. ശരി സർ. വാ. ഈ ബന്ധനം അഴിക്കാൻ നീ കുറച്ച് ബുദ്ധിമുട്ടും. നീ കുരുക്കുകൾ അഴിക്കും തോറും ഞാൻ നിന്റെ കുരുക്കുകൾ മുറുക്കിയിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.